ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 42 മുതൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ 41 അധ്യായത്തിൽ നമ്മൾ കണ്ടു യോസഫിനെ മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഫറവോൻ്റെ കീഴിൽ വലിയ അധികാരിയായി തീർന്നു. അതിനുശേഷം യോസഫ് അവിടെ നിന്ന് കല്യാണം കഴിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ടായി. അതിനുശേഷം ഫറവോന് ദൈവം കാണിച്ചു കൊടുത്ത സ്വപ്നത്തിലെ പോലെ വിദേശത്തെങ്ങും 7 വർഷത്തിൻ്റെ സുഭിക്ഷത ഉണ്ടാകുകയും ആ സമയത്തെല്ലാം യോസഫ് ധാന്യം ആവശ്യത്തിനുള്ളത് ശേഖരിച്ച് ഭക്ഷണ വസ്തുക്കളും ഭക്ഷണധാന്യങ്ങളെല്ലാം ആവശ്യത്തിന് ശേഖരിച്ച് കൂട്ടിവയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഏഴ് ക്ഷാമകാലവും ഉണ്ടായി. അത് മിസ്രൈമിൻ ദേശത്തിൽ മാത്രമായിരുന്നില്ല, ചുറ്റുവട്ടത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ക്ഷാമം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കനാൻ ദേശത്തും ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നതിൻ്റെ ഭാഗമായി യാക്കോബ് തൻ്റെ മക്കളോട് ചെന്നിട്ട് വേണ്ട വസ്തുക്കൾ അവിടെ ചെന്നിട്ട് മിസ്രൈമിൽ പോയിട്ട് വാങ്ങിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ പോകാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ 10 പേര് പോയി. എന്നാൽ ഏറ്റവും ഇളയ ബെന്യാമീനെ യാക്കോബിന് വിടാനായിട്ട് മനസ്സിലാത്തതുകൊണ്ട് ബെന്യാമീനെ മാത്രം വിട്ടില്ല. ബാക്കി 10 പേര് പോകാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ കനാൻ ദേശത്ത് നിന്ന് അവർ യാത്ര പുറപ്പെട്ട് അവിടെ എത്തി യോസഫിനെ കണ്ടു. എന്നാൽ യോസഫിനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല യോസഫാണെന്നുള്ളത്. എന്നാൽ യോസഫ് അവരോട് വളരെ പരുഷമായിട്ട് കഠിനമായിട്ട് സംസാരിച്ച് യോസഫ് പണ്ട് കണ്ട സ്വപ്നങ്ങളൊക്കെ ഓർത്ത്, പണ്ട് കണ്ട സ്വപ്നങ്ങളിൽ എല്ലാം തൻ്റെ സഹോദരന്മാർ തന്നെ ബഹുമാനിക്കുകയും വന്ദിക്കുകയൊക്കെ ചെയ്യുന്ന സ്വപ്നങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിലാണ് സഹോദരന്മാർ യോസഫിനെ വെറുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സ്വപ്നങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അവരെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് യോസഫ് തീരുമാനിച്ചു. അങ്ങനെ ഇവർ ഒറ്റുകാരാണെന്നുള്ള നിലയിൽ അവരോട് സംസാരിച്ചു. എന്നാൽ അവരാണെങ്കിൽ അവർ ഒട്ടുകാരല്ല, മറ്റ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് വന്നതാണ് എന്നുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ കുടുംബ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒടുവിൽ നിങ്ങളുടെ ഇളയ സഹോദരൻ, അതായത് ബെന്യാമീൻ അവിടെ കനാൻ ദേശത്താണെന്ന് യോസഫിന് മനസ്സിലായി. അങ്ങനെ ബെന്യാമീനെ കൊണ്ടുവരാതെ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല അത് എന്നുള്ള നിലയിൽ സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ 10 പേരായിട്ടുള്ള ഈ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അവിടെ ഒരാളെ അവിടെ കാരാഗൃഹത്തിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ പോയിട്ട് ഭക്ഷണ സാധനങ്ങളും ധാന്യവും എല്ലാം കൂടി കൊണ്ടുപോവുകയും അവർ പോയി ചെന്നിട്ട് തൻ്റെ അപ്പനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബെന്യാമീനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഉള്ള നിലയിലേക്ക് അവർ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമെയോനെ പിടിച്ച് യോസഫിൻ്റെ പടയാളികൾ ബന്ധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ ശിമെയോനെ പിടിച്ച് ബന്ധിച്ചു. ബാക്കിയുള്ളവരുടെ ചാക്കിലും ഒക്കെ ധാന്യം നിറയ്ക്കാനും ഒക്കെ പറഞ്ഞതിന് ശേഷം അവർ കൊണ്ടുവന്ന പണം, കാരണം ഈ ധാന്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല, അതല്ലാതെ അതിനെല്ലാം വിലയുണ്ട്. ആ വിലയായിട്ട് അവർ കൊണ്ടുവന്നിരുന്ന ആ പണം, ഓരോരുത്തരും കൊണ്ടുവന്ന പണം അവരവരുടെ ചാക്കിനകത്ത് തന്നെ തിരിച്ചു വയ്ക്കാനും പിന്നെ അവർക്ക് വേണ്ട ആഹാരം കൊടുക്കാനൊക്കെ യോസഫ് പടയാളികളോട് കൽപ്പിച്ചു. അങ്ങനെ അവർ ചെയ്തു. അങ്ങനെ അവർ കയറി പോകാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വഴിയമ്പലത്തിൽ വെച്ച് ഒരു സത്രത്തിൽ വെച്ച് അവരിങ്ങനെ കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ചാക്ക് അഴിച്ചപ്പോഴത്തേക്കും ആ ചാക്കിനകത്ത് പണം ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ എൻ്റെ ചാക്കിൽ ഇത് പണം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പേടിച്ച് വിറച്ചു പോയി. അങ്ങനെ ചെന്നിട്ട് അവർ നേരെ കനാൻ ദേശത്ത് ചെന്നു. യാക്കോബിൻ്റെ അടുത്തെത്തി, അപ്പൻ്റെ അടുത്തെത്തി ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെ ഒറ്റുകാരായിട്ട് അവിടുത്തെ ദേശാധിപതി വിചാരിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരാളെ അവിടെ ബന്ധിച്ചു. അപ്പോൾ ഇനി ഇളയ സഹോദരനെ കൊണ്ട് പോയിട്ടല്ലെങ്കിൽ അവനെ വിടുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു.
അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് അവർ ചാക്കെല്ലാം അഴിച്ച് നോക്കി എല്ലാവരുടെയും പണം അവരവരുടെ ചാക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് യാക്കോബും പേടിച്ചു പോയി. അങ്ങനെ യാക്കോബ് അവരോട് പറഞ്ഞു, ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെ നിങ്ങൾ മക്കളില്ലാത്തവനാക്കി മാറ്റും എന്ന് പറഞ്ഞ് അവരോട് വഴക്ക് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴത്തേക്കും മൂത്തവനായ റൂബൻ യാക്കോബിനോട് പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, ബെന്യാമിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക, ഞാൻ അവനെ മടക്കി കൊണ്ടുവരാം. ഇൻ കേസ് രൂപൻ വന്നില്ലെങ്കിൽ രൂപൻ്റെ 2 പുത്രന്മാരെ വേണമെങ്കിൽ നീ അപ്പൻ കൊന്നു കളഞ്ഞോ എന്ന് പറഞ്ഞു. പക്ഷേ യാക്കോബ് അതിന് സമ്മതിച്ചില്ല. ഇനി യാക്കോബിന് യോസഫിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് യാക്കോബ്, കാരണം റാഹേലിൽ യാക്കോബിനുണ്ടായ 2 പുത്രന്മാർ യോസഫും ബെന്യാമിനും മാത്രമേ ഉള്ളൂ. അതിൽ യോസഫിന് പനിച്ചു പോയെന്നുള്ള കണക്കിലാണ് യാക്കോബ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ളത് ബെന്യാമിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബെന്യാമിന് യാക്കോബിന് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ബെന്യാമിനെ റൂബൻ്റെ കൂടെ വിടാനായിട്ട് യാക്കോബിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് വിടാനായിട്ട് യാക്കോബ് സമ്മതിച്ചില്ല. അതിനുശേഷം 43-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആ ധാന്യം തീർന്നു. കാരണം ക്ഷാമം 7 വർഷത്തേക്കാണ്. വളരെ കാലത്തേക്ക് കുറച്ച് ആഹാരം കൊണ്ടുവന്നാൽ ഒരുപാട് കാലത്തേക്ക് നിൽക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെ വീണ്ടും യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി ആഹാരം വാങ്ങിക്കുക, ധാന്യം വാങ്ങിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചു. എന്നാൽ അവർ ബെന്യാമിനെ കൂടാതെ പോകുവാനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ബെന്യാമിനെ കൂടാതെ പോയി കഴിഞ്ഞാൽ യോസഫ് ആണയിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ വരാണ്ടിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വലിയ കുഴപ്പമായിട്ട് മാറുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് അവർ അതിന് തയ്യാറായില്ല. അപ്പോൾ യാക്കോബ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഒരു സഹോദരനും കൂടി ഉണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിശേഷം വന്നത്. അപ്പോൾ അവരാ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തിരിച്ച് അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് വംശത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ കാര്യമായിട്ട് താല്പര്യമായിട്ട് ചോദിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതും പറയേണ്ടി വന്നത്. കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വളരെയധികം നിർബന്ധിച്ച് ഇത് കൊണ്ടുവരാനായിട്ട് ബെന്യാമിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സദാകാലം നിനക്ക് കുറ്റക്കാരനായിട്ട് നിന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നിർബന്ധിച്ചതിന് ശേഷം ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ ഏതായാലും പോകുമ്പോൾ കൂടുതൽ പണവും കൂടാതെ തന്നെ ആ പ്രദേശത്ത് കിട്ടുന്ന വളരെ വിശേഷപ്പെട്ട വസ്തുക്കളായ ചില സാധനങ്ങൾ, അതായത് കുറേ സുഗന്ധപശ, തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോഡനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ഉള്ള ഒരുപാട് വിശേഷ വസ്തുക്കളൊക്കെ കൊണ്ടുപോയി കാഴ്ച വസ്തുക്കളായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ പിന്നെ ഇരട്ടി പണവും ഇരട്ടി ദ്രവ്യവും എടുക്കാനായിട്ട് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. കാരണം ആദ്യം കൊണ്ടുപോയ പണം തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ പണവും പിന്നെ അതുകൂടാതെ ഇപ്പോൾ ധാന്യം വാങ്ങിക്കുവാനുള്ള പണവും കൂടി അങ്ങനെ ഇരട്ടിയായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പോയി അവിടെ ചെന്നതിന് ശേഷം പിന്നെ യോസഫിനെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും യോസഫ് തൻ്റെ കാര്യസ്ഥനോട് ഇവരെ യോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കൽപ്പിക്കുകയും അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുവാനായിട്ട് കൽപ്പിച്ചു. എന്നാൽ അത് കേട്ടിട്ട് സഹോദരന്മാർ പേടിച്ചു വിറച്ചു പോയി. കാരണം അവർ കരുതി അവിടെ കൊണ്ടുപോയി അടിമകളായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതി. അങ്ങനെ ഈ യോസഫിൻ്റെ കാര്യസ്ഥനോട് അവർ എന്തുകൊണ്ടാണ് പിന്നെ അന്ന് പോയപ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഞങ്ങൾ പോയപ്പോൾ ഈ പണം അതുപോലെ തന്നെ ചാക്കിലിരിക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ കാര്യസ്ഥനെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം യോസഫ് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വന്നപ്പോഴത്തേക്കും ഇവരെല്ലാം ചെന്നിട്ട് കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം യോസഫിന് കൊടുത്ത് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസഫ് അവരോട് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് അവരെ ഒട്ടും തന്നെ അറിയാത്ത
ഒരാളെന്നുള്ള നിലയിലാണ് അവരോട് സംസാരിച്ചത്. അങ്ങനെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ പിന്നെ ഏറ്റവും ഇളയ അനുജൻ, അതായത് തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടിട്ട് ഇവനാണ് ഏറ്റവും ഇളയ മകനെന്ന് ചോദിച്ചു. കാരണം യോസഫ് ഇത് ബെന്യാമിനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ആ പ്രായത്തിലാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും ഉള്ള ആ ബ്ലഡ് റിലേഷൻ കൂടിയുള്ള ഒരു അനിയനായിരുന്നുകൊണ്ട് യോസഫിന് അത് വലിയൊരു മനസ്സിൽ വലിയ രീതിയിൽ അത് ഒരു വിഷമം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അതിന് ശേഷം യോസഫിന് ഇപ്പം മനസ്സ് വല്ലാതെ കിടറി. അങ്ങനെ യോസഫിന് പിന്നീട് ഉള്ളിൽ പോയിട്ട് വളരെയധികം കരയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം കരഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പഴയതുപോലെ തന്നെ അവരോട് ഇടപെട്ടു. അങ്ങനെ ഓരോരുത്തരോടും ഇങ്ങനെ പ്രത്യേകമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൊടുത്തു. എന്നാൽ ബെന്യാമീന് കൊടുത്തത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓഹരി, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ബെന്യാമീന് കൂടുതൽ ഓഹരി കൊടുത്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റവർക്ക് കൊടുത്തതിൻ്റെ 5 ഇരട്ടി കൊടുത്തു. അങ്ങനെ 43-ാമത്തെ അധ്യായത്തിൽ അത്രയേ ഉള്ളൂ. അതിനുശേഷം 44-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ തൻ്റെ കാര്യസ്ഥനോട് ഓരോരുത്തരുടെയും ചാക്കിനകത്ത് നിറച്ച് ധാന്യം നിറയ്ക്കുക, എന്നിട്ട് ഓരോരുത്തരുടെയും പണം എടുത്തിട്ട് ഓരോരുത്തരുടെയും ചാക്കിനകത്ത് തന്നെ തിരിച്ചു വയ്ക്കുക, കഴിഞ്ഞ തവണ വെച്ചതുപോലെ തന്നെ. അതിനുശേഷം ബെന്യാമിൻ്റെ ചാക്കിൽ മാത്രം ഈ ധാരാളം ധാന്യവും പിന്നെ ഈ പണവും വെച്ചതിന് ശേഷം യോസഫിൻ്റെ തന്നെ വെള്ളി കൊണ്ടുള്ള പാനപാത്രം കൂടി വയ്ക്കാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ അതുപോലെ ചെയ്തു. ഒരു ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് അവർക്ക് സ്വന്തം കഴുതകളും ഇങ്ങനെ സാധനങ്ങളുമൊക്കെ ആയിട്ട് തിരിച്ച് പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പട്ടണത്തിൽ നിന്ന് അധികം ദൂരം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യോസഫ് കാര്യസ്ഥനോട് ചെന്നിട്ട് അവരുടെ കൂടെ ചെന്നിട്ട് അവരോട് എന്തിനാണ് ഇങ്ങനെ ഒരു മോശക്കാര്യം നിങ്ങൾ ചെയ്തത്, എന്തിനാണെന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ വഴിക്ക് പോകുന്ന വഴിക്ക് കാര്യസ്ഥനും പടയാളികളൊക്കെ ആയിട്ട് ചെന്നു. അവർ ചെന്നിട്ട് അത് യജമാനൻ്റെ ഒരു വെള്ളി വസ്തു കാണാനില്ല, അത് നിങ്ങൾ എന്തിനാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ അവരത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ പോന്നപ്പോൾ ഞങ്ങളുടെ ചാക്കിൽ കണ്ട ആ പണം പോലും ഞങ്ങൾ പിന്നെയും തിരിച്ച് കൊണ്ടുവന്ന് തന്നതാണല്ലോ, അതുകൊണ്ട് ഞങ്ങളതിങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഞങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് മരിക്കട്ടെ, ഞങ്ങളെ എല്ലാ യജമാനും അടിമകളായിട്ട് മാറിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും ചാക്ക് നിലത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് അഴിച്ചഴിച്ച് നോക്കി തുടങ്ങി. അങ്ങനെ അഴിച്ചു നോക്കിയപ്പോൾ ഓരോരുത്തരുടെയും ചാക്കിനകത്ത് അവരവരുടെ പണം ഇരിക്കുകയാണ്. അതൊന്ന്. പിന്നെ രണ്ടാമത്തേത്, ഏറ്റവും ഇളയവൻ്റെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പാനപാത്രവും ഇരിക്കുന്നു, പാനപാത്രവും പണവും ഇരിക്കുകയാണ്. അങ്ങനെ അവർ കൊടുത്ത വാക്കുപോലെ അവർ സമ്മതിച്ചു. അവർ തിരിച്ച് അടിമകളായിട്ട് പോകുന്ന ഇത് കണക്കാക്കി തന്നെ തിരിച്ച് യോസഫിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്ന് യോസഫിൻ്റെ മുമ്പ് സാഷ്ടാംഗം വീണു. യോസഫ് അവരെ ചോദ്യം ചെയ്തു, നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെ പോലുള്ള ഒരുത്തന് ലക്ഷണബുദ്ധി അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ ഇതിന് ഒന്നും തന്നെ മറുപടി പറയാനായിട്ടില്ല, എന്താ ചെയ്യുക എന്നുള്ള കണക്കിൽ അവർ നിസ്സഹായരായിട്ട് ഇവിടെ പറയുന്നതായിട്ട് കാണാം. ദൈവഅടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ, ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് യോസഫ് പറഞ്ഞു, അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു നാളും ചെയ്യില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായി തീരും. നിങ്ങളോ സമാധാനത്തിന് നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പോയിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ വീണ്ടും അടുത്ത് ചെന്നിട്ട്
യജമാനൊരു കാര്യം ബോധിപ്പിക്കട്ടെ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പണ്ട് യോസഫ് നഷ്ടപ്പെട്ട കാര്യം ഓർപ്പിച്ചു. അതിനുശേഷം ബെന്യാമിൻ എത്രത്തോളം യാക്കോബിന് ഇഷ്ടമുള്ള മകനാണ് എന്നുള്ള കാര്യങ്ങൾ യോസഫിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് ബെന്യാമിനെ പിന്നീട് കാണാനായിട്ട് പറ്റിയില്ലെങ്കിൽ യാക്കോബ് ഒരു വിഷയം മരിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് തിരിച്ചു പോകാനായിട്ട്, ബെന്യാമിൻ ഇല്ലാതെ തിരിച്ചു പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതുകൊണ്ട് ഇവർ ബെന്യാമിനെ എന്ത് വന്നാലും തിരിച്ചു കൊണ്ടുപോകാം എന്ന് ഏറ്റിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം യോസഫിനോട് പറഞ്ഞു. അതുകൊണ്ട് യോസഫ് ഇല്ലാതെ പോകാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ബാലന് പകരം, അതായത് ബെന്യാമിനെ പറഞ്ഞു വിട്ടിട്ട് ബാലന് പകരം അടിമയായിട്ട് ഇരിക്കുവാൻ താൻ തയ്യാറാണ് എന്നാണ് യഹൂദ യോസഫിനോട് പറയുന്നത്. അപ്പോൾ ഇത്രയും കേട്ടതിന് ശേഷം 45-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫിന് വളരെയധികം സങ്കടം ഇതൊക്കെയായി. അങ്ങനെ അവരുടെ മുമ്പിൽ കുറച്ച് മാറി നിന്നിട്ട് വളരെ ഉച്ചത്തിൽ യോസഫിനെ അതുവരെ ആയപ്പോഴത്തേക്കും യോസഫിനെ പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. യോസഫിന് വളരെയധികം ഉച്ചത്തിൽ കരഞ്ഞു. അതെല്ലാവരും കേൾക്കുവാനും ഒക്കെ ആയിട്ട് ഇടയായി തീർന്നു. അങ്ങനെ യോസഫ് സ്വയം താൻ സഹോദരങ്ങളോട് വെളിപ്പെടുത്തി, ഞാൻ യോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. എന്നാൽ ആ സഹോദരന്മാർ അപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവർക്കത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവരോട് അത് വിശദമായിട്ട് യോസഫ് വിവരിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. യോസഫ് മിസ്രൈമിലേക്ക് വിട്ടുകളഞ്ഞ സഹോദരനാണ് ഞാൻ. അതോടൊപ്പം തന്നെ വിറ്റുകളഞ്ഞു എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ വിഷാദിക്കുകയും പേടിക്കുകയൊന്നും വേണ്ട. കാരണം ഇങ്ങനൊരു ക്ഷാമം ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് മുമ്പേ തന്നെ അയച്ചതാണ്. ആ ഒരു വലിയൊരു സത്യം യോസഫ് തൻ്റെ സഹോദരങ്ങളോടപ്പോൾ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം വളരെ മുമ്പേ തന്നെ ഇസ്രായേൽ മക്കളെ ക്ഷാമകാലത്ത് നിന്ന് പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം യോസഫിനെ മുന്നറിഞ്ഞ് അയച്ചതാണ്. അതൊരു വലിയൊരു വെളിപ്പെടുത്തലായിട്ട് സഹോദരങ്ങൾക്ക് മുമ്പിൽ യോസഫ് പറയുന്നതിനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് വിറ്റുകളഞ്ഞു എന്നതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം ആണ് എന്നെ ഇവിടെ അയച്ചത്. അങ്ങനെ ഈ പ്രദേശത്തൊക്കെയും ഒരു അധിപതിയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ദൈവം അതിനെ ഇടയാക്കി തീർന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെന്നിട്ട് അപ്പനോടും എല്ലാവരോടും പറയൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുവാനായിട്ട് തുടങ്ങി. കാരണം അപ്പോഴേക്കും ക്ഷാമം തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇനിയും 5 വർഷം കൂടിയുണ്ട്. അപ്പോൾ ആ 5 വർഷവും ഈ മിസ്രൈമിൽ നിന്ന് തന്നെയുള്ള ധാന്യം എന്തായാലും വേണം. അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് കൊടുത്ത് അവരെ വിടുവാനും അങ്ങനെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരാൻ തന്നെ ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെ അതോടൊപ്പം തന്നെ സ്വന്തം അനിയനെ സഹോദരങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് വളരെയധികം കരയുവാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവർ തമ്മിൽ വളരെയധികം അടുത്ത് പെരുമാറുവാനായിട്ട് ആ സമയത്ത് ഇടയായി തീർന്നു. അങ്ങനെ എന്നാൽ ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ യോസഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഫറവോൻ്റെ അരമനയിലെത്തി. അങ്ങനെ ഫറവോൻ അത് അറിഞ്ഞ് ഫറവോൻ യോസഫിന് കൽപ്പന കൊടുത്തു. അവർ ഇപ്പോൾ അവിടെ പോയിട്ട് അവരുടെ അപ്പനെയും കുടുംബങ്ങളെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ മിസ്രൈം രാജ്യത്തെ മുഴുവൻ നന്മയും തരും, ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് കൽപ്പന തന്നിരിക്കുന്നു. അങ്ങനെ അവരുടെ പൈതങ്ങളും ഭാര്യമാർക്കും വേണ്ടി ഇവിടുന്ന് രഥങ്ങൾ അയക്കുവാനായിട്ട് കൽപ്പന കൊടുത്തു. അങ്ങനെ അപ്പനെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും എടുത്തുകൊണ്ട് കയറ്റം കൊണ്ട് തിരിച്ച് വരുവാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഫറവോൻ്റെ കൽപ്പന പ്രകാരം രഥങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയായി തീർന്നു. അങ്ങനെ
വേണ്ട പണവും എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്നാൽ എല്ലാവർക്കും കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് ബെന്യാമീന് യോസഫ് കൊടുക്കുന്നതിന് ഇടയായി തീർന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ എത്തിയിട്ട് യാക്കോബിനോട് യോസഫ് ജീവനോടെ ഇരിക്കുന്നു, മിസ്രൈം ദേശത്തിനൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് വിശ്വസിച്ചില്ല, ഞെട്ടിപ്പോയി. അങ്ങനെ എന്നാൽ പറഞ്ഞ വാക്കുകളൊക്കെ പിന്നീട് വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നത് യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോഴത്തേക്കും യാക്കോബ് വിശ്വസിച്ചു. അപ്പോൾ യാക്കോബിന് വളരെയധികം സന്തോഷമായി തീർന്നു. അങ്ങനെ അവർ കൊണ്ടുവന്ന രഥത്തിൽ യാക്കോബ് തൻ്റെ പുത്രനെ പോകുവാനായിട്ട് ഒരു തോന്നൽ, ഒരു ചിന്ത ദൈവം യാക്കോബിന് കൊടുത്തു. അങ്ങനെ ഒരുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. 46-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തനിക്കുള്ള എല്ലാത്തിനെയും എടുത്തുകൊണ്ട് പോകുവാനായിട്ട് തീർന്നു. അങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടു. ബേർഷേബ എന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ ഇസഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു വന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ബേർഷേബ നമുക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമാണ് ബേർഷേബ. അവിടെ ഇസഹാക്കിൻ്റെ നേതൃത്വത്തിൽ അവിടെ പണ്ട് ക്യാമ്പ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇസഹാക്കിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അങ്ങനെ അവിടെ യാഗം കഴിച്ച് അവിടെ രാത്രി കഴിച്ചു കൂട്ടുന്ന സമയങ്ങളിൽ ദൈവം ദർശനത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു. അങ്ങനെ ദൈവം സ്വയം വെളിപ്പെടുത്തി, ഞാൻ ദൈവമാകുന്നു, നിൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെ. നീ മിസ്രൈമിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ തലമുറകളായിട്ട് ദൈവം കൊടുത്തു പോകുന്ന ആ ഒരു വാഗ്ദാനം വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനായിട്ട് അവിടെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും, യോസഫ് സ്വന്തം കൈകൊണ്ട് നിൻ്റെ കണ്ണടയ്ക്കുമെന്നും അരുളി ചെയ്തു. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വാഗ്ദത്തം, ഒരു ഉറപ്പ് ദൈവം യാക്കോബിന് കൊടുക്കുന്നതിന് ഇടയായി തീർന്നു. യാക്കോബിനോട് കൂടെ മിസ്രൈമിലേക്ക് പോരും എന്നാണ് അരുളി ചെയ്തത്. അങ്ങനെ അവർ ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ വർമ്മനയച്ച രഥങ്ങളിൽ അവർ എല്ലാ മക്കളെയും ഭാര്യമാരെയും എല്ലാവരെയും ആടുമാടുകളും മറ്റ് സ്വത്തുക്കളെല്ലാം എടുത്തുകൊണ്ടാണ് അവർ പോകുവാനായിട്ട് ഇടയായി തീർന്നത്. പിന്നീട് അതിന് ശേഷം മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ മൊത്തം പേരുകൾ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് അവൻ്റെ പുത്രന്മാരും, റൂബൻ, പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ റൂബനും മറ്റ് മക്കളും എല്ലാവരും അവരവരുടെ അവരുടെ മക്കളും അങ്ങനെ പിന്നെ ഭാര്യമാരും എല്ലാവരും ചേർന്ന് പോകാനായിട്ട് ഇടയായി തോന്നുന്നത്. അത് മൊത്തം പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു നമ്പർ 26-ാമത്തെ വാക്യത്തിൽ, 46-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ പ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടി മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് യാക്കോബിനോട് ബ്ലഡ് റിലേഷനുള്ള 66 പേര് ഉണ്ടായിരുന്നു എന്നാണ്. യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേര്. അങ്ങനെ മിസ്രൈമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബം ആകെ 70 പേര്. അപ്പോൾ ഈ 70 പേര് എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ മാത്രമാണ്. അതുകൂടാതെ അപ്പം ഭാര്യമാരും അവർ അങ്ങനെയുള്ളവരെല്ലാവരും വേറെയുണ്ട്. പിന്നെ അവരുടെ ദാസിമാർ അവരെല്ലാം. അങ്ങനെ പിന്നെ ഗോശനിലേക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻ്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു. അങ്ങനെ അവർ ഗോശൻ ദേശത്തെത്തി. എന്നാൽ യോസഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാനായിട്ട് ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. അപ്പോഴത്തേക്ക് ഇസ്രായേൽ യോസഫിനോട്, നീ ജീവനോടെ ഇരിക്കുന്നതെന്ന് ഞാൻ നിൻ്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിച്ചേരുന്നതിനിടയായി തീർന്നു. അപ്പോൾ യോസഫ് അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ ചെന്നിട്ട് ഫറവോനോട് കനാൻ ദേശത്ത് നിന്ന് നിങ്ങളെല്ലാവരും വന്ന കാര്യങ്ങളൊക്കെ അറിയിക്കും. എന്നാൽ നിങ്ങളുടെ തൊഴിൽ ജോലി എന്താണെന്നുള്ളത് പറയുന്ന കാര്യമാണ് പിന്നീട്
പറയുന്നത്. അവർ ഇടയന്മാരാണ്, കന്നുകാലികളെ മേയ്ക്കുന്നതാണ് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറവാൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഗോപാലകന്മാരാകുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയാൽ മാത്രമേ ആ പ്രദേശത്ത് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ആട്ടിടയന്മാരാണെങ്കിൽ മിസ്രയീമ്യർക്ക് വെറുപ്പാണെന്ന് ഉള്ളൊരു സത്യം അന്ന് യോസഫ് അവരോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവരുടെ മിസ്രയീമിലേക്കുള്ള ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു പ്രവാസത്തിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ പ്രവാസത്തിൽ അവരങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ തന്നെ ബ്ലഡ് റിലേഷനിലുള്ള അവരുടെ തന്നെ ഏറ്റവും പ്രധാന വ്യക്തിയായ യോസഫ് അവിടുത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പദവിയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ ഒരു നിലയിലും ലെവലിലുമാണ് അവരങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം പിന്നീടുള്ള അധ്യായങ്ങൾ 47 മുതലുള്ള അധ്യായങ്ങളിൽ ഈ കാര്യങ്ങൾ പിന്നീട് കൂടുതലായിട്ട് അവരെങ്ങനെയാണ് ജീവിച്ചതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അവിടെ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നീട് കാണുവാനായിട്ട് ഇടയായി തരും. 47 മുതലുള്ള ബാക്കി ഉൽപ്പത്തിയുടെ മറ്റ് അധ്യായങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തേക്കുള്ള ചിന്തയ്ക്കായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ 45-ാമത്തെ അധ്യായത്തിൽ സ്വയം വെളിപ്പെടുത്തുമ്പോൾ യോസഫ് സ്വയം സാക്ഷ്യപ്പെടുത്തിയതുപോലെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അതാണ് അതിൻ്റെ അവസാനം എന്ന് കരുതി ഒരിക്കലും നമ്മൾ വിഷാദിച്ചിരിക്കുവാനായിട്ട് പാടില്ല. കാരണം അതൊരു മറ്റൊരു വലിയൊരു പദ്ധതിയുടെ തുടക്കമായിരിക്കാം. കാരണം ഇതിപ്പോൾ യോസഫിന് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും താഴ്ത്തപ്പെട്ട ഒരു അവസ്ഥയിലാണ് അന്നുണ്ടായിരുന്നത്. കാരണം സ്വന്തം സഹോദരങ്ങളാണ് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് അവിടെ നിന്ന് പിന്നെ വലിച്ച് കയറ്റി ഒരു മൃഗത്തെ പോലെ വെറും ഒരു അടിമയായിട്ട് മറ്റുള്ളവർക്ക് വിൽക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. അങ്ങനെയുള്ള യോസഫാണ് പിന്നീട് രാജാവായിട്ട്, അതായത് പിന്നെ യോസഫിന് മുകളിൽ പിന്നെ ഫറവോൻ മാത്രമേ ഉള്ളൂ. ഫറവോൻ തന്നെ പറഞ്ഞിരിക്കുന്നത് സിംഹാസനത്തിൽ എൻ്റെ പേര് മാത്രമാണ് ഞാൻ നിനക്ക് മുകളിൽ അധിപതിയായിരിക്കുന്നത്, അല്ലാതെയുള്ള ബാക്കിയെല്ലാം നീയാണ് ഈ രാജ്യത്തിന് മുഴുവൻ അവകാശം എന്നുള്ള മട്ടിലാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉടമസ്ഥനാണ്. അത്രയും വലിയൊരു പൊസിഷനിലേക്ക് യോസഫിനെ ഉയർത്തുവാനായിട്ട് ഇടയെത്തുന്നു. അപ്പോൾ സ്വയം തന്നെത്താൻ താഴ്ത്തിയാൽ, സ്വയം നമ്മൾ ആ വരുന്ന കുറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വരുന്ന അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ മറുത്തു പറയാതെ അതും ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് ആണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ സർവശക്തനായ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നല്ലത് വന്നു കഴിഞ്ഞാലും ചീത്ത വന്നു കഴിഞ്ഞാലും നമ്മൾ അത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഏറ്റുവാങ്ങുവാനായിട്ട് നമ്മൾ ഇടയായി തീർന്നാൽ ദൈവം നമ്മൾ തീർച്ചയായിട്ടും ഉയർത്തും എന്നുള്ളൊരു വലിയൊരു സത്യമാണ് ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് യോസഫിന് അപ്പോൾ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് പറയുമ്പോൾ തന്നെ എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാവുന്നു എന്നുള്ളൊരു സത്യം യോസഫ് സാക്ഷ്യപ്പെടുത്തുന്നതിനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന് വലിയൊരു സാക്ഷ്യമായിട്ട് യോസഫ് മാറുന്നതിനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് യോസഫിനെ ദൈവം ഇസ്രായേലിൻ്റെ ഒരു നട്ടെല്ലായിട്ട് അവിടെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നത്. അതൊരു വലിയൊരു സത്യവും വലിയൊരു സംഗതിയുമാണെന്ന് പിന്നീടുള്ള അധ്യായങ്ങളിലും വിശുദ്ധ വചനത്തിൻ്റെ ബാക്കിയുള്ള പുസ്തകങ്ങളുടെ എല്ലാം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലായി തീരും. ഏതായാലും ഇന്നത്തെ ഈ ഒരു പഠനം ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ ദൈവം സഹായിച്ച് നമുക്ക് ചിന്തിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.